ഗൈസ്, ഐ ലീഗ് ടിസ്റ്റുകൾക്കിടയിൽ ഒരു കോമഡി കൂടി സംഭവിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഇപ്പം ഇന്റർ കാശി നാംദാരി മത്സരത്തിൽ അത് നാംദാരി എന്ന് 2-0 വിജയിച്ചെങ്കിലും ഇനെലിജിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറെ നാംദാരി ഫീൽഡ് ചെയ്തതിനെ തുടർന്ന് ഇന്റർ കാശി ഒരു അപ്പീൽ പോവുകയും പിന്നീട് അത് അവർക്ക് അവാർഡ് ചെയ്യുന്ന രീതി, അതായത് ഇന്റർ കാശിക്ക് 3 പോയിന്റ് കിട്ടുകയും നാംദാരിയുടെ 3 പോയിന്റ് നഷ്ടമാവുകയും ഒരു +3 ഇന്റർ കാശിക്ക് കിട്ടുകയും -3 നാംദാരിക്ക് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. അത് ഇന്റർ കാശിക്ക് പോയിന്റ് ടേബിൾ മുന്നോട്ട് വരാനൊരു ഗുണകരമായെന്നൊരു കാര്യവുമായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാംദാരി ഒരു അപ്പീൽ പോവുകയാണ്. അതായത് AFFന്റെ CMS പോർട്ടലിൽ തങ്ങളുടെ താരമായിട്ടുള്ള ക്ലെഡ്സൺ അദ്ദേഹത്തിന് ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ബാനോ ഉണ്ടെന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിനെ തുടർന്നാണ് അവർ കളിപ്പിച്ചത് എന്നുള്ള തരത്തിലാണ് പോകുന്നത്. അപ്പം അങ്ങനെ AFFന്റെ അപ്പീൽ കമ്മിറ്റിയിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഇന്റർ കാശിക്ക് കിട്ടിയിട്ടുള്ള 3 പോയിന്റ് സ്റ്റേ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു. അതായത് ഐ ലീഗിൻ്റെ ടൈറ്റിൽ സാധ്യതകളൊക്കെ മാറി മറിയുന്നു എന്നുള്ളതാണ്. കാരണം ചർച്ചിൽ ബ്രദേഴ്സിന് 38, ഇന്റർ കാശിക്ക് 38 എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ അത് മാറിയിട്ട് ചർച്ചിൽ ബ്രദേഴ്സിന് 38, ഇന്റർ കാശിക്ക് 35, തൊട്ട് താഴെ റിയൽ കാശ്മീർ 35 പോയിന്റുമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ ഗോകുലത്തിന് 34 പോയിന്റുമാണുള്ളത്. അത് ഐ ലീഗിൻ്റെ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ ഈ ഒരു പോയിന്റ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നൊരു സാഹചര്യവും വന്നു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ വീണ്ടും കിരീട സാധ്യതകൾ വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അപ്പീൽ കമ്മിറ്റി അടുത്ത ഒരു ഹിയറിംഗ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് April 28. അതായത് ഐ ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് 3 ആഴ്ചകൾക്ക് ശേഷം. ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പം ഐ ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞ് ഒരു വിജയം ഉണ്ടാകും, അവർ ഐ ലീഗ് ചാമ്പ്യൻസ് ആകും, ISLലെ സ്പോട്ട് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരുമല്ലോ, അതിൻ്റെ പ്രൊമോഷൻ കിട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് പിന്നീട് ഈ ഒരു അപ്പീൽ കമ്മിറ്റിയുടെ ഹിയറിംഗ് കേട്ടതിന് ശേഷം അത് വീണ്ടും മാറി വേറൊരു ചാമ്പ്യൻ ഉണ്ടായി, വേറൊരു ISL ടീമായി മാറുന്ന രീതിയിലേക്ക്. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊരു കോമഡി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് നടത്തുക എന്നുള്ളതാണ്. ശരിക്കും ഇവരൊക്കെ ഈ പറഞ്ഞ പുതിയ ലീഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ കോമഡികളൊക്കെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ചർച്ചിൽ ബ്രദേഴ്സിന് ഇപ്പോൾ ഒരു സാധ്യത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത മത്സരം 2 മത്സരങ്ങളൊക്കെ വിജയിച്ച് കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റും. എന്താണെങ്കിലും എന്ത് സാഹചര്യം മാറി മറിഞ്ഞാലും ഉറപ്പിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്കൊക്കെ എത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും ഐ ലീഗ് കഴിഞ്ഞ് നമ്മൾ ആഴ്ചകൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ഐ ലീഗ് കഴിഞ്ഞാലും ടിസ്റ്റുകൾ അവസാനിക്കില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു സനിയ.